ഇന്നലെ 2 ഫെബ്രുവരി 2024 നമുക്കറിയാം, മാനന്തവാടി ടൗണിൽ ഒരു കാട്ടാന പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ പുറകിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ 20 ദിവസം മുന്നേ ഹസൻ എന്ന ഡിസ്ട്രിക്റ്റിൽ കാട്ടാനയെ പിടിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് റേഡിയോ കോളർ കഴുത്തിലിട്ട് ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് എത്തിച്ചു എന്നാണ് പറഞ്ഞത്. അത് അവിടെ നിന്ന് 20 ദിവസം കൊണ്ട് എത്തിപ്പെട്ടത് കേരളത്തിലെ വയനാട്ടിലെ ടൗണിലേക്കാണ്. ആ വരവ് ഒരുപക്ഷെ കാലത്ത് എല്ലാവരും ഉണരുമ്പോൾ ആന മാനന്തവാടി ടൗണിൽ പല സ്ഥലത്തായിട്ട്, ആ നഗരത്തിൻ്റെ അകത്ത് തന്നെ പല സ്ഥലത്തായിട്ട് അതുണ്ടായിരുന്നു. ഒരാളെയും ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് ആ ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആന ക്ഷീണിതനായിരുന്നു. ആനയുടെ പിൻവശത്ത് നമുക്ക് ഒരു വലിയ മുഴകളൊക്കെ കാണാം. കാരണം അതൊരു ഇഞ്ചുറിയൊക്കെ ഉണ്ടായിട്ട് ആന ക്ഷീണാവസ്ഥയിലാണ് എന്ന് തന്നെ അതിൽ നിന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ ആന നല്ല തീറ്റയും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് എന്നാൽ നമുക്കത് കണ്ടാൽ ബോധ്യമാകും. ആന പ്രകോപനപരമായി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ നഗരത്തിൽ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ഒരു കാട്ടാന വന്നു കഴിഞ്ഞാൽ ഏതൊരു പ്രവർത്തനന്മാർ ആനയെ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റണം. പക്ഷെ പെട്ടെന്ന് അടുത്തുള്ള ഭാഗത്തേക്ക് അതിനെ മാറ്റിക്കളയാൻ പറ്റാത്ത കാരണം കൊണ്ട് അതിനെ ട്രാങ്കുലൈസ് ചെയ്ത് പിടിച്ച് കാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ വൈകിട്ട് അതിനെ ട്രാങ്കുലൈസ് ചെയ്യുന്നു, കുങ്കി ആനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. ഇതാണ് ഒരു ഓപ്പറേഷൻ ഫസ്റ്റ് നടന്നത്. ശരിയാണ്, ആ ഓപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് അവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ജനവാസ മേഖലയിൽ ഒരു കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ദൗത്യം. അത് വിജയകരമായി ചെയ്തു. പക്ഷേ അതിൽ ഒരു ജീവിയെയാണ്, ഒരു മിണ്ടാപ്രാണിയെയാണ് അങ്ങനെ പിടിക്കുന്നതും കൊണ്ടുപോകുന്നതും എന്നത് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ആനയെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സൗകര്യപ്രദമായ സ്ഥലത്ത് നിർത്തി അതിന് വേണ്ട പ്രഥമ ശുശ്രൂഷകൾ നൽകി വേണമായിരുന്നു ഒരു ദീർഘയാത്രയ്ക്ക് മുതിരേണ്ടത്. പക്ഷെ അതിന് പകരം അപ്പം തന്നെ പിടിച്ച് എത്രയും വേഗം കൃത്യം മറ്റൊരു സ്ഥലത്തേക്ക് എമർജൻസി ആയിട്ട് രാഖി രാമായണം കൊണ്ടെത്തിക്കുക എന്ന ഒരു പ്രക്രിയ ആണ് അവിടെ നടപ്പിലാക്കുന്നത്. പക്ഷെ അതിനിടയിൽ ചെയ്യേണ്ട മെഡിക്കൽ മാനേജ്മെൻറ്റിലൊരു പോരായ്മയായിരിക്കണം ഈ ആനയുടെ അന്ത്യത്തിന് വഴിതെളിച്ച് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നിർജ്ജലീകരണം സാധാരണ ആനകൾ സംഭവിക്കാറുണ്ട്. ഏകദേശം 250 ലിറ്റർ വെള്ളം കുടിക്കേണ്ട ഒരു മൃഗമാണ്. ദിവസേന 250 ലിറ്റർ വെള്ളം കുടിക്കേണ്ട മൃഗമാണ് ആന. അതുപോലെ തന്നെ 10-250 കിലോ പുല്ലായാലും പനമ്പട്ടയായാലും ചെടികളായാലും ഇലകളായാലും ഒക്കെ തിന്ന് സമൃദ്ധിയായി തിന്നുകയാണെങ്കിൽ 200 കിലോ കൂടുതൽ ഭക്ഷണം കഴിക്കുക. അപ്പം ഇത്തരം ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു വന്ന ആനയെ പെട്ടെന്ന് അതിനെ മയക്കവെടി വെച്ച് അത് പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴുണ്ടാവുന്ന ആ ഓപ്പറേഷനിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ പാളിച്ചകൾ അത് ഇനി വരാതിരിക്കാൻ ശ്രമിക്കണം. കാരണം നമുക്കറിയാം, ആനയെ കാട്ടിൽ നിന്ന് പിടിച്ചാൽ ഉടനെ തന്നെ കാട്ടിലേക്ക് തിരിച്ചു വിടാനാണ് ഇന്നത്തെ NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ മുന്നറിയിപ്പ് തന്നെ അതാണ്. കാരണം എത്ര വേഗം കാട്ടിലേക്ക് തിരിച്ചുവിടുക, കാട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നത് എന്ന് ചിന്തിക്കാതെ അതിനൊരു വിശദമായ പഠനം നടത്താതെ ഉടനെ തന്നെ പിടിച്ച് അരിക്കൊമ്പൻ ഇതിലൊക്കെ നമുക്ക് കോടതി ഇടപെടൽ വരെ വേണ്ടി വന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ ആവശ്യങ്ങൾ അറിയാതെ എന്തുകൊണ്ടാണ് ആന പുറത്തേക്ക് വരുന്നത്, എന്താണ് അതിൻ്റെ പ്രശ്നം പഠിക്കാതെ അതിനെ പിടിച്ചു നേരെ മറ്റൊരു കാട്ടിൽ കൊണ്ടുവിട്ടു ആ കാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു, പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ എന്തോ ഒരു പ്രശ്നമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി ഒരു കാട്ടാനയെ കാട് കയറ്റുന്ന രീതി നമ്മൾ ഇന്നലെ കണ്ടത്. വളരെ ദുഃഖകരമായിരുന്നു. അത് ഒരുപക്ഷെ നമ്മൾ മലയാളികൾ കാട്ടാനയായാലും നാട്ടാനയായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് അവിടുത്തെ കർഷകർ പറഞ്ഞത്. അവരുടെ കൂടെ 10-13 മണിക്കൂറാണ് അത് ആ ആനയുമായിട്ടുള്ളൊരു സഹവാസം ഉണ്ടെങ്കിൽ പോലും സ്വന്തം കുടുംബത്തിലെ ഒരാളുടെ മരണം എങ്ങനെ ഫേസ് ചെയ്യുന്നു അതുപോലെയാണ് അവർക്കൊക്കെ തോന്നുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആ ആനയോടുള്ള ഒരു സ്നേഹം, ഒരു ഉള്ളിലുള്ള ഒരു താല്പര്യം അത് മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. കാരണം കേരളത്തിലെ നാട്ടാനകളിലൂടെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ നാട്ടാനകളെ കണ്ട് ശീലിച്ചവർക്ക് ആന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗമായി മാറിയത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആനയെ സംരക്ഷിക്കുക എന്നൊരു ദൗത്യം മലയാളിയുടെ കൈകളിൽ തന്നെയാണ്. അപ്പം മലയാളികൾ അത്ര തന്നെ അതിനെ സംരക്ഷിക്കാൻ തയ്യാറാവുകയും വേണം. അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളിലുള്ള വീഴ്ചകൾ
പരിശോധിച്ച് അത് അടുത്ത തവണ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാവണം. അതിന് വിദഗ്ധമായിട്ടുള്ള ഒരു കൂട്ടി കുറയ്ക്കലുകൾ, അതായത് കാഴ്ചപ്പാടുകളിലെ മാറ്റങ്ങൾ, സംസാരം, അതിനു വേണ്ട പ്രോസസ്സ് അതൊക്കെ നടത്തി ഒരു പുതിയ ഒരു ട്രാൻസ്ലൊക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ് ആയാലും അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായാലും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.